വനത്തിനുള്ളിൽ ഭീകരർക്കായി തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിന്ന് ന്യൂസ് 18 JKLH ചാനൽ പ്രതിനിധി ഇഷാൻ വാനി തയ്യാറാക്കിയ റിപ്പോർട്ട്. Anti-terror operation is currently underway. I'll show you behind me CRPF men who are combat ready have been deployed in the jungles of Pahalgam to track down these attackers, and this is place in Baisaran where this attack unfolded, and now with heavy equipments they have come here, and we have been told that an NIA team is also present on the ground. They are looking for any suspects and also taking vital clues and leads. Multiple teams of the security force are on the ground. We are told that Amisha will shortly be also visiting this place, try to get a first-hand account of how the situation is, how the things look like, but forces have been deployed in numbers. A difficult trek. It took us several hours. It was sweaty to even come here, and one could just imagine what the tragedy for those who were stranded here, who were stuck here, who were injured. How difficult was it to bring them down, and took a long time to reach here in Baisaran. And on my right hand side is the area where this carnage yesterday unfolded. But this is the jungle. Look at the dense and silence of the jungle. When no one speaks, this is how it looks like. Very scary to even come here. But there, yes, there's a massive operation that is underway. You see there are thick pine trees which cover the entire area. ഇവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്ററുകളുടെ സഹായം കൂടി തേടിക്കൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. താഴ്വരയിൽ എവിടെയെങ്കിലുമൊക്കെ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ തേടിയുള്ള തെരച്ചിലാണ്. ചില ഏറ്റുമുട്ടലുകൾ ചില പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇവരുടെ താവളം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സൈന്യം ഒട്ടാകെ. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി കൂടി ആ പ്രദേശത്ത് ഉള്ള ഒരു സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. ഇത്തരത്തിൽ സാധ്യമായ എല്ലാ രീതികളും ഉപയോഗിച്ചുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെയാണ് ഇത്രയും സമയമൊക്കെ ഈ ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ പര്യാപ്തമാകുന്നത്. പ്രാദേശികമായ സഹായങ്ങൾ കൂടി ഇവർക്കൊപ്പമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സംവിധാനങ്ങളെന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുകയും മറ്റും ചെയ്യുന്നത്. ഏറെ നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഈ ഭീകരരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവർക്കായുള്ള തെരച്ചിൽ, ഇവരെ കണ്ടെത്തുക. അവർ 6 പേരാണ്. 6 പേർ വെടിവെപ്പ് കഴിഞ്ഞ് ചില വെല്ലുവിളികൾ നടത്തിയതിനു ശേഷം അവർ ഒളിച്ചിരിക്കുന്നു. ഇവരെ പുറത്തെത്തിക്കണം. ഇവർക്ക് വളരെ കൃത്യമായി തന്നെയുള്ള ശിക്ഷ നൽകുകയും വേണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, ആസൂത്രകർക്കുള്ള തിരിച്ചടി നൽകണം. അങ്ങനെ ഏറെ പല തലത്തിലുള്ള ശ്രമങ്ങളിലാണ് നമ്മുടെ സൈന്യവും മറ്റ് സംവിധാനങ്ങളും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. 11 മണി, ഏതാണ്ട് 2 മിനിറ്റിനകം തന്നെ പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള നിർണായകമായ യോഗം ചേരും എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം പഹൽഗാമിലെത്തുകയും സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ തലത്തിലും നടക്കുന്നുണ്ട് അവിടെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സൈന്യത്തിൻ്റെ വലിയ സാന്നിധ്യം, പതിവിനപ്പുറമുള്ള സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും കാര്യമായി തന്നെ അത്തരത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഭീകരരെ കണ്ടെത്താനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. അതിനുശേഷമാകും മറ്റു തീരുമാനങ്ങളിലേക്കും മറ്റും കടക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് അവിടെയുള്ള തെരച്ചിലും മറ്റും കാണുകയും ചെയ്യാം. ഭീകരർ 28 പേരെ കൂട്ടക്കുരു ചെയ്ത ബൈസാരൻ വാലിയിൽ ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉണ്ട്. കിലോമീറ്ററോളം കാൽനടയായി ദുർഘട പാതകളിലൂടെ സഞ്ചരിച്ചാണ് സംഘം ഇവിടെ എത്തിയത്. ഇഷാൻ വാനിയുടെ റിപ്പോർട്ടിലേക്ക്. CNN News 18 has reached Baisaran after trekking for several kilometers through muddy patches and tough terrain. We are right now at the spot to where this yesterday carnage took place, and you will see here the deployment is massive, and the NIA teams have arrived here to carry out further investigation into this case, because a high-profile attack wherein 26 tourists were killed very brutally, and images from this place were very shocking. And their NIA team have arrived. They are investigating, and police is accompanying them. Now we are also told that there will be a Home Minister who will be
arriving at the scene and getting a first-hand account of how the situation looks like. But this is how the scene looks like. And now CNN News 18 team has reached here. We'll be bringing you minute-to-minute coverage from the ground in Baisaran, where this ghastly attack took place. Ishan Bani from Pahalgam, Baisaran for CNN News 18. അവിടെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് സൈനികർക്ക് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദുർഘടമായ യാത്രാ വഴികളുണ്ട് ഈ മേഖലയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ തരണം ചെയ്താണ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തി ദൃശ്യങ്ങളും മറ്റ് റിപ്പോർട്ടുകളും മറ്റ് പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഈ വാലി ഇന്നലെ പകലൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഞ്ചാരികൾ, വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായിരുന്നു ഇവിടം എന്നതുകൂടി ചേർത്ത് വെക്കണം. ഇവിടെ ട്രക്കിങ്ങിനും മറ്റുമായി ആയിരക്കണക്കിന് കുതിരകളുള്ള ഒരു സ്ഥലമാണ്. ഈ കുതിരകളിലും മറ്റും ട്രക്കിങ്ങിനും മറ്റുമായി ആളുകളെത്തും. ഫീസൊക്കെ നൽകി കുതിരകളിൽ സഞ്ചരിക്കും, ട്രക്കിംഗ് നടത്തും. ഏതാണ്ട് 3 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചാണ് ആളുകൾ മടങ്ങുക എന്നുള്ളതാണ്. ഇതിന് തൊട്ട് മുൻപ് ഇവിടെ സന്ദർശിച്ച് പോയ പല ആളുകളും രാവിലെ മുതൽ നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ ഭീകരാക്രമണം അറിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത ആളുകളും നമ്മളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ എത്തിച്ചേരുന്ന, കശ്മീരെത്തുന്ന എല്ലാവരും ഈ തരത്തിൽ ഈ പ്രദേശം കണ്ടു മടങ്ങുകയാണ് പതിവ് എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഇത് സുരക്ഷാ സൈനികരുടെ പിടിയിലാണ്, സുരക്ഷാ സേനയുടെ പിടിയിലാണ്. അവർ നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. കാരണം സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ നിർണായകമായ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താകുമെന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത് എന്നുള്ളതാണ്. കാരണം ഭീകരരെ കണ്ടെത്തുന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ സംവിധാനങ്ങൾ. അതിനുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ ആ മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭീകരർ പലരും ഈ ആക്രമണ സമയത്ത് അവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അവർ ആ ഹെൽമെറ്റിൽ ക്യാമറകളുണ്ടായിരുന്നു. ഈ ക്യാമറയിലൂടെ ആക്രമണ ദൃശ്യങ്ങൾ, കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് പങ്കുവച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ എത്ര ആസൂത്രണത്തോടെ മറ്റുള്ള ചില ആളുകളുടെ കൃത്യമായ നിർദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത കാര്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുകയും മറ്റും ചെയ്യുന്നത്. ടി ജി സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, പ്രധാനമന്ത്രിയുടെ യോഗം ആരംഭിച്ചോ? പ്രധാനമന്ത്രിയുടെ യോഗം ഉടൻ തന്നെ ആരംഭിക്കും. അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന യോഗമാണ്, ഏറ്റവും സുപ്രധാനമായ യോഗമാണ്. കാരണം അയൽ രാജ്യം പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മലയടിക്കുന്ന പശ്ചാത്തലത്തിലുണ്ട്. അതായത് കശ്മീരിൽ നടന്ന ഈ തീവ്രവാദി നീക്കത്തിന് പിന്നിൽ അയൽ രാജ്യത്തിൻ്റെ പങ്കുണ്ട് എന്ന തരത്തിൽ രാജ്യത്ത് വലിയ വികാരം ശക്തമാവുകയാണ്. ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന ആദ്യ നയതന്ത്ര നീക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അക്രമത്തെ അപലപിച്ചു, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി എന്നതിനപ്പുറം കൂടുതൽ ഔദ്യോഗിക പ്രതികരണത്തിന് രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും അതിനിർണായകമാണ് എന്ന സാഹചര്യം ആണ്. ഒപ്പം തന്നെ അതിർത്തിയിൽ നടന്ന ആ ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യം എന്താണ്, അതിർത്തിയുടെ മറ്റിടങ്ങളിൽ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമോ, ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. എന്തായാലും വളരെ തന്ത്രപരമായ രാജ്യത്ത് സ്വീകരിക്കാൻ പോകുന്ന നീക്കം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ അത്തരം ആലോചനകളാണ് നടക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി കശ്മീർ